ചായ. ഹായ് ജോസേ, ഇരിക്കി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പണിയുണ്ടായിരുന്നു? പണിയുണ്ടായിരുന്നു. എടാ, നമുക്കേ ജനുവരി 10-ാം തീയതി ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയാലോ? ജനുവരി 10-ാം തീയതി ശരിയാവില്ല. അത് അന്ന് കപ്പളക്കുന്നുള്ള പള്ളി പെരുന്നാളാ. അതിപ്പോ എല്ലാ കൊല്ലം നടക്കാറുള്ളതല്ലേ? അങ്ങനെയല്ല, ഈ കൊല്ലത്തെ പെരുന്നാൾ വളരെ ആഘോഷമാണ്. വളരെ ആഘോഷമാണ്. 8-ാം തീയതി കൊടിയേറ്റം, അത് തന്നെ ഇടവക ദിനം. അപ്പോൾ അന്ന് ഇടവക ദിനത്തിൽ 3 വയസ്സായ കുട്ടികളെ തുടങ്ങി 80 വയസ്സായ അമ്മമാരുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ സംഗതി മൊത്തം കളർഫുള്ളാണ്. പിന്നെ വെള്ളിയാഴ്ച വള്ളുവനാട് നാദത്തിൻ്റെ കാഴ്ചകളാവ് നാടകം. അപ്പോൾ സൂപ്പർ നാടകമാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെ കണ്ട നാടകത്തിൻ്റെ ആ സംഭവങ്ങൾ വിട്ടുപോകും. അത്രത്തോളം നാടകമാണ്. അതെ, സൂപ്പർ നാടകമാണ്. പിന്നെ ശനിയാഴ്ച അമ്പിൻ്റെ ദിവസം. അമ്പിൻ്റെ കാര്യം നീ പറയേണ്ട കാര്യമൊന്നുമില്ല, അമ്പ് നമുക്ക് അറിയാവുന്നതാണ്. 9 യൂണിറ്റ് ഉണ്ട്. 9 യൂണിറ്റിൻ്റെയും ഗംഭീരമായ അമ്പും കലാശക്കൂട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 11-ാം തീയതി പെരുന്നാൾ, ഞായറാഴ്ച. പെരുന്നാൾ ദിവസം എന്താ പ്രത്യേകത കൂടുതൽ? പെരുന്നാളിന് കൗശിക്കിനെ അറിയൂ? കൗശിക, അവനെന്ത് പറ്റി? കൗശിക്കിന് പറ്റിയതല്ല, കൗശിക്ക് ഗാനമേളയാണ്. അതെ, അവന്റെ ഗാനമേളയുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. സാധാരണ പരിപാടിയല്ല, സ്റ്റേജിൽ കെട്ടിയിട്ടല്ല, ഓപ്പൺ സ്റ്റേജിലെ പരിപാടി. വലിയ സ്റ്റേജിൽ നടത്തും. അവരെല്ലാവരും ഉണ്ട്. അപ്പൊ അത്രയും ഗംഭീരമാണ്. സൂപ്പറായിരിക്കും. പൊളിക്കും. ഓക്കെ. 11-ാം തീയതി പെരുന്നാള്. 10-ാം തീയതി ഊട്ടിക്ക്. അല്ല, കപ്പളത്തിന്റെ പെരുന്നാളെങ്കിൽ ഊട്ടിയല്ല കാശ്മീരായാലും ഞാൻ വിട്ടുകളയാണത്. നമുക്ക് ഇഷ്ടം നമ്മുടെ പെരുന്നാളാണ്. എന്തായാലും ഇനി ടൂറിന്റെ പരിപാടി ചിന്തിക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൗശിക്കിന്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൗശിക്കിന്റെ പരിപാടിയെ കാണുന്നുള്ളൂ, വേറെ പരിപാടികളൊന്നും കാണില്ല. നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം. ഓക്കെ, ഈ പരിപാടികൾക്ക്. അതെ, ശരി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, കരോട്ടുകര സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജനുവരി മാസം 11-ാം തീയതിയാണ് ഇവിടെ തിരുനാൾ നടത്തപ്പെടുക. വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ്. ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള ഏറെ പുണ്യപ്പെട്ട നിമിഷങ്ങളാണ്. ഡിസംബർ മാസം 30-ാം തീയതി മുതൽ നവനാളുകൾ ആരംഭിക്കും. അപ്പോൾ അതിലേക്കൊക്കെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രത്യേകമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കരോട്ടുകര കുടുംബം എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കും. അപ്പോൾ തിരുനാൾ ആഘോഷങ്ങളിൽ എല്ലാവരും കടന്നു വരണം. വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷണമാണ്, അതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ ഒരു വലിയ പ്രഘോഷണമാണ്. സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ വലിയ പുണ്യനിമിഷങ്ങൾ പങ്കിടാൻ നിങ്ങളെല്ലാവരെയും കരോട്ടുകര ഇടവക കുടുംബത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാലോ, ഈ വരുന്ന ജനുവരി 8 മുതൽ 11 വരെ കരോട്ടുകര സെൻറ് ആൻ്റണീസ് ചർച്ചിൽ തിരുനാളാണ്. 8-ാം തീയതി കൊടിയേറ്റം, ഇടവക ദിനം. വളരെ കളർഫുള്ളായിട്ടുള്ള ഇടവകക്കാരുടെ ഭയങ്കര പരിപാടിയാണ്. അതിനുശേഷം അടുത്ത ദിവസം വള്ളുവനാട് നാദത്തിൻ്റെ ഗംഭീര നാടകം, അതായത് നാടകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയപ്പെട്ട ഒരു നാടകമാണ്. അതിൻ്റെ അടുത്ത ദിവസം അമ്പ് തിരുനാൾ കളർഫുള്ളാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, കരോട്ടുകരത്തെ പ്രത്യേകിച്ചും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തിരുനാൾ കുർബാനകൾ, അതിനോടൊപ്പം തന്നെ തിരുനാൾ പ്രദർശനം, തുടർന്ന് അടിപൊളി ഗാനമേള. ടോപ്പ് സിംഗർ കൗശിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേള ഐബീം ക്രിയേഷൻ്റെ ബാനറിലാണ് നടത്തുന്നത്. അശ്വതി പാനൂർ, പിന്നെ അനഘ സതീഷ്, ഷെറിൻ ഷെറൂസ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് അനവധി കലാകാരന്മാരും മ്യൂസീഷ്യന്മാരും. അപ്പോൾ എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.